ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ളവർക്കും അടുക്കളത്തോട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറി വിളയായിട്ടുള്ള തക്കാളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രതിവിധി മാർഗങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ആ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. മണ്ണിൽ നേരിട്ടോ ചെടിച്ചട്ടികളിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് തക്കാളി നടാവുന്നതാണ്. വിത്ത് പാകി മുളപ്പിച്ചിട്ട് മാറ്റി നടുകയോ അല്ലെങ്കിൽ ആ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നേരിട്ട് വിത്ത് പാകി മുളപ്പിച്ചിട്ടൊക്കെ നമുക്ക് നടാവുന്നതാണ്. മണ്ണിലാണ് നടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടമെടുത്ത് മണ്ണിലും നടാവുന്നതാണ്. വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെന്തെങ്കിലും കൊമ്പ് നാട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് തൂങ്ങുകാൽ നാട്ടിക്കൊടുക്കുകയൊക്കെ വേണം. ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ് പോലെയുള്ള ജൈവവളങ്ങൾ നമുക്ക് ഈ ഒരു തക്കാളി ചെടി നടുന്നതിന് മുമ്പായിട്ടുള്ള അടിവളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വാട്ടർ രോഗങ്ങൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെയാണ് നമ്മൾ നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗ് മിശ്രിതത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുമ്മായം കൂടെ ഒരു പിടി കുമ്മായം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണിലാണ് നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച മുമ്പ് കുമ്മായം ഇട്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം വേണം അടിവളങ്ങൾ ചേർത്തിട്ട് വിത്ത് പാകാനായിട്ട്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്യൂഡോമോണാസ് ലൈനി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം വിത്ത് പാകാവുന്നതാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി നടാനായിട്ട്. കായ്കളുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ശിഖരങ്ങൾ മുറിച്ച് കളയുകയാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അതിന് കായ്ഫലം ഉണ്ടാവുകയുള്ളൂ. തക്കാളി തൈകൾ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് മാറ്റി നടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-10 ഇല വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ കൃഷിസ്ഥലത്തിലേക്ക് മാറ്റി നടാനായിട്ട്. മാറ്റി നട്ട് 10 ദിവസത്തിന് ശേഷം നമുക്ക് പഞ്ചഗവ്യമോ ജീവാമൃതമോ ഒക്കെ 15 ദിവസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടി പെട്ടെന്ന് വളരാനും പ്രതിരോധശേഷി ഉണ്ടാവാനൊക്കെ ഇത് ഉപകാരപ്രദമാണ്. ചെടികളിൽ രോഗങ്ങളോ കീടബാധകളൊക്കെ വരുന്നവരെ നമ്മൾ ഒരിക്കലും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിനു മുമ്പേ തന്നെ നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതാണ്. ചെടി നട്ട് 10 ദിവസത്തിന് ശേഷം നമുക്ക് ഇനി പറഞ്ഞ പോലെ ജീവാമൃതമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിന് ശേഷം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി കൂടെ ഉള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 100 മില്ലി ലിറ്റർ 12 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിലും കടക്കിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം നമുക്ക് 10 മടങ്ങ് വെള്ളം ചേർത്തിട്ട് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമ്മുടെ തക്കാളിയിൽ ലഭ്യമാണ്. അങ്ങനെയുള്ളവ നോക്കിയിട്ട് വാങ്ങിച്ച് വെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ വാട്ടർ രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മുടെ തക്കാളി ചെടി നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സബോളയുടെ തൊലിയോ വീട്ടിലാവശ്യത്തിനായിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോള തൊലിയോ ഉള്ളിത്തൊലിയോ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 2 ദിവസത്തിന് ശേഷം ഉള്ള വെള്ളം എടുത്ത് നേർപ്പിച്ചോ നേർപ്പിക്കാതെയോ നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കാനും ആ പൂക്കൾ മുഴുവനും തക്കാളിയായി പിടിക്കാനും ഒക്കെ ഉപകാരപ്രദമാവുന്നതാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടുള്ള ആ ഒരു മിശ്രിതവും നമുക്ക് കടക്കിൽ വെച്ച് കൊടുക്കാനും ഇലകളുടെ അടിയിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതും പൂക്കളുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇതിനു മുമ്പ് നമ്മൾ തക്കാളി കൃഷിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ സെർച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.